കേസുകൾ പഴയതുപോലെ അഡ്വക്കേറ്റ് വേഷമെടുത്തൊന്നാണ് ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ അണിയാൻ പോകുമ്പോഴേ എനിക്ക് ഞാൻ കണ്ട യാഥാർത്ഥ്യങ്ങളെ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാവും. അതാണ് കുഴപ്പമില്ല. ഈ കേസും കാര്യങ്ങളൊക്കെ വക്കീലന്മാർക്കും പോലീസുകാർക്കും കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കും കിടക്കാം. അവർക്ക് ഒരിക്കട്ടെ എന്തെങ്കിലും ജോലി വേണ്ട. ഞാൻ കൃഷ്ണനെ കണ്ടു എന്ന് പറയുമ്പോഴേ ആളുകൾ ചിരിക്കും. യാഥാർത്ഥ്യമാണ്, കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ക്രിസ്തുവിനെ സ്വപ്ന ദർശനത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കും. ആ ചിരി കറങ്ങി വരുന്നത് എപ്പോഴാണെന്നറിയാം? അവരുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിലാവുമ്പോൾ അവർക്ക് പിന്നെ ചിരിക്കാൻ പറ്റാതായി പോകും. അപ്പോഴായിരിക്കും അവരൊക്കെ എന്നെ ഓർക്കുന്നത്. നിങ്ങൾ സമയം കളയാതെ അത് മനസ്സിലാക്കി എടുക്കുക. എന്നോടല്ല യുദ്ധം ചെയ്യേണ്ടത് ഓരോ നിമിഷവും. നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അല്പനേരം ജ്ഞാനത്തിലേക്ക് പോകുക, കുറച്ചു നേരം വെറുതെ ഒന്നിരിക്കുക. ആ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആരാണ് ദൈവമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്റെ പിന്നാലെ ഇങ്ങനെ വിഡ്ഢികളെ പോലെ ചിരിച്ചുകൊണ്ട് വരാൻ തോന്നത്തില്ല. അതുവരെ നിങ്ങൾ വിഡ്ഢികളാവുകയാണ് എനിക്ക് മുന്നിൽ, ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് എനിക്ക് മുന്നിൽ. ഈശ്വരൻ ആര് എന്നറിയാൻ വേണ്ടി ഞാനൊരു പോക്ക് പോയി. ഒടുവിൽ ഈശ്വരൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അറിയുന്തോറും ചിന്തകൾക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ആളുകൾ എന്നെ ഭ്രാന്തത്തി എന്ന് വിളിച്ചു. അപ്പോൾ ആ ഭ്രാന്തത്തി എന്ന് വിളിച്ചപ്പോൾ അവർക്ക് തന്നെ ആ ഭ്രാന്ത് ഞാൻ തിരിച്ചു കൊടുത്തു. ആ ഭ്രാന്തന്മാരിപ്പോഴും എന്റെ പേജിൽ യൂട്യൂബ് ചാനലൊക്കെ നിറഞ്ഞു കൊഴുത്ത് ഇങ്ങനെ കിടന്ന് ബിസിനസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അവരെ എടുത്ത്, എനിക്ക് നിലവിലൊരു ഭ്രാന്താശുപത്രി ഇല്ല. ഭ്രാന്താശുപത്രി ഇല്ലാത്തത് കൊണ്ട് ഇവറ്റകളെ ഞാൻ നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക. മാനസികാരോഗ്യ കേന്ദ്രങ്ങള്, ബിൽഡിങ് കെട്ടിടമൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് ബിൽഡിങ് കെട്ടിടമില്ല ഉണ്ടാക്കാനില്ല. അതുപോലെ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഒരു ഹോസ്പിറ്റല് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൗകര്യമില്ല. അതിന് ഞാൻ മെന്റലി ഫിസിക്കലി ഇവറ്റകളെ എല്ലാവരെയും ഞാൻ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യും.